നമസ്കാരം. ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക്. ഈ വർഷം ആദ്യ പകുതിയിൽ കൈപ്പിടിയിലാക്കാവുന്ന എല്ലാ റെക്കോർഡും സ്വന്തം പേരിലാക്കിയ നടനാണ് മോഹൻലാൽ. അതിഥി വേഷത്തിലെത്തിയ ദിലീപ് നായകനായ ബബ്ബബ്ബ എന്ന ചിത്രം ഡിസംബർ മാസം റിലീസ് ചെയ്ത് ഇപ്പോൾ വേൾഡ് വൈഡായി 50 കോടി നേടിക്കഴിഞ്ഞു. പിന്നാലെ നായകനായെത്തിയ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. 70 കോടി ബഡ്ജറ്റിലെത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ പലയിടത്തു നിന്നും വാഷ് ഔട്ടായി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. തെലുങ്കിൽ ഒരുങ്ങിയ ചിത്രം ആദ്യ ദിനം വെറും 45 ലക്ഷം മാത്രമാണ് നേടിയതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മോഹൻലാലിന്റെ കരിയറിൽ ഏറ്റവും മോശം ഓപ്പണിംഗിൽ വൃഷഭയും ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നു. വൃഷഭയിലും ഇതുപോലൊരു ടൈറ്റിൽ മോഹൻലാലിന് നൽകിയിരുന്നു. ഗോഡ് ഓഫ് ആക്ടിംഗ് ദ കംപ്ലീറ്റ് സ്റ്റാർ എന്ന ടൈറ്റിൽ ആനിമേഷനിലൂടെ അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നു. എന്നാൽ ഈ ടൈറ്റിലിനോട് ഒട്ടും നീതി പുലർത്താൻ കഥയ്ക്കോ അണിയറ പ്രവർത്തകർക്കോ സാധിച്ചിട്ടില്ല. കന്നഡ സംവിധായകനായ നന്ദകിഷോറാണ് വൃഷഭയുടെ സംവിധായകൻ. മോഹൻലാലിനൊപ്പം കന്നഡയിലെ യുവതാരം സമർജിത്ത് ലങ്കേഷും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് വൃഷഭ. ശിവഭക്തരായ രാജകുടുംബത്തിൽ പിറന്ന വൃഷഭൻ മനസ്സറിയാതെ ചെയ്തു പോയൊരു തെറ്റ്. ആ തെറ്റിന് ലഭിച്ച ശാപം പുത്രദുഃഖമായിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് മകൻ മരിക്കുമെന്ന ഭയത്തെ അതിജീവിക്കാൻ അച്ഛൻ നടത്തുന്ന പരിശ്രമങ്ങൾ സിനിമയുടെ ടൈറ്റിൽ കാർഡിന് മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ശരാശരി തെലുങ്ക് സിനിമയിൽ പതിവായി കണ്ടുവരാറുള്ള ഹൈ ആൻഡ് ഗ്രാഫിക്സും അലർച്ചയും ആക്ഷനുമൊപ്പം സിനിമ കുടുംബ സ്നേഹവും ഇമോഷൻസും ചേർത്താണ് നന്ദകിഷോർ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിനും സമർജിത്ത് ലങ്കേഷിനുമൊപ്പം രാഗിണി ദ്വിവേദി, നേഹ സക്സേന തുടങ്ങിയവരും വൃഷഭയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മുൻകാല ഹിന്ദി സൂപ്പർ താരമായ ജിതേന്ദ്രയുടെ ഗസ്റ്റ് റോളും ചിത്രത്തിലുണ്ട്. ചിത്രത്തിന് അനുയോജ്യമായ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് സാം CS ആണ്. ആന്റണി സാംസണിന്റെ ക്യാമറയും KM പ്രകാശിന്റെ എഡിറ്റിംഗും ശരാശരിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്.